ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ചെറിയ വ്ളോഗായിട്ടാണ് കേട്ടോ. ഇന്ന് ഞങ്ങളെല്ലാവരും കൂടി വയനാട് ട്രിപ്പ് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും വീട്ടിൽ നിന്ന് ഇറങ്ങി നടക്കുകയാണ് കേട്ടോ. മെയിൻ റോഡിലാണ് ബസ് നിർത്തിയിട്ടുള്ളത്. അപ്പോൾ അവിടേക്ക് നടക്കണം. ലഗേജൊക്കെ വണ്ടിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ബസ്സിൻ്റെ ഡിക്കിയിൽ ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ ഓരോരുത്തരായിട്ട് ബസ്സിൽ കയറുകയാണ്. എല്ലാവരും കൂടി ഒരുമിച്ച് ട്രിപ്പ് പോകുമ്പോൾ നല്ല രസമാണല്ലോ. ഒരുപാട് പാട്ടും കൂത്തും എല്ലാം ഉണ്ടാവും. നല്ല രസമാണ്. ഒരുപാട് ആളുകളുണ്ടാവും. ഒരു 8 ഫാമിലിയോളം ഉണ്ട് കേട്ടോ ഞങ്ങൾ പോകുമ്പോൾ. 8 ഉണ്ടാവുക. ഒരു 50 ആളുകളൊക്കെ ഉണ്ട്. 48 ആളുകൾ ആയിട്ടുണ്ട്. ചെറിയ കുട്ടികളടക്കം 50 അടുത്തൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടി ഞങ്ങൾ എല്ലാ വർഷവും ട്രിപ്പ് പോവലുണ്ട് കേട്ടോ. അന്ന് വീട്ടിലെ കല്യാണം കഴിഞ്ഞപ്പോൾ പിന്നെ അങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ച് കൂടി അങ്ങനെ പോവുകയാണ്. അപ്പോൾ നമ്മളെ ബസ് സ്റ്റാർട്ടായിട്ടുണ്ട്. അങ്ങനെ യാത്ര തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മളെങ്ങോട്ട് പോവുകയാണെങ്കിലും ബസ്സിൽ നിന്ന് കഴിക്കാൻ പറഞ്ഞാണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ കയ്യിൽ കരുതുള്ളൂ. പക്ഷേ ഞാനൊന്നും കരുതിയിട്ടില്ല കേട്ടോ. അങ്ങനെ എൻ്റെ താത്തയാണ് കരുതിയിട്ടത്. അപ്പോൾ അതിനുള്ള നല്ല അലുവയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ എല്ലാവർക്കും ഓരോ പീസാക്കി കൊണ്ടുവന്നാണ് വീട്ടിൽ നിന്ന് തന്നെ വരുമ്പോൾ തന്നെ കൊണ്ടുവന്നത്. അപ്പോൾ അതൊക്കെ കഴിച്ച് എല്ലാവരും ഡാൻസിൻ്റെ മൂഡിലാണ്. അപ്പോൾ എല്ലാവരും നല്ല ഡാൻസിലാണ്. അപ്പോൾ ഡാൻസൊന്നും ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല കേട്ടോ. ഇപ്പോൾ ഞങ്ങൾ ഏകദേശമൊക്കെ വയനാട് ഏരിയ ചുരം കയറാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ വയനാട് ചുരത്തിലെത്തിയിട്ടുണ്ട് കേട്ടോ. വയനാട്ടിലേക്ക് പോകുമ്പോൾ ഏറ്റവും പിന്നെ ഒരു കാണാൻ ഭംഗിയായിട്ടുള്ള ചുരത്തുമലുള്ള വ്യൂ ആണ് കേട്ടോ. താഴോട്ടൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ നല്ല രസമാണല്ലോ. പിന്നെ ഓരോ മലകളും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ കാണുമ്പോൾ നല്ല രസമാണ്. നമ്മൾക്ക് താഴെ നിന്ന് നോക്കുമ്പോൾ കാണാൻ എത്ര മുകളിലാണ് നമ്മൾ എത്തേണ്ടതെന്നുള്ളത്. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു ഇത് തോന്നും. അപ്പോൾ അങ്ങനെ പോയി ഞങ്ങൾ അവിടെ എത്താനായിട്ടുണ്ട്. ആദ്യമൊക്കെ ടൂർ പോകുമ്പോൾ ചുരത്തുമ്പോൾ നിന്ന് ഇറങ്ങി നോക്കൽ നല്ല രസമാണ്. ഇപ്പോൾ അത്ര ഒരു ഇതൊന്നും തോന്നലില്ല. ഇപ്പോൾ ഒരുപാട് വട്ടമായി വയനാട് അങ്ങനെ പോകണേ. അപ്പോൾ പിന്നെ അത്ര ഒരു ഇതൊന്നും തോന്നലില്ല. പക്ഷേ കാണാൻ നല്ല രസമാണ് കേട്ടോ വയനാട്. പിന്നെ അത് മാത്രമല്ല, നമ്മളിവിടുത്തെ ചൂടും വയനാട്ടിലത്തെ ചൂടും വ്യത്യാസമുണ്ട്. വയനാട്ടിൽ നല്ല സുഖമാണ്. നമുക്ക് AC ഇല്ലെങ്കിലും കിടക്കാൻ പറ്റും. പക്ഷേ നമ്മളെ നാട്ടിലോ AC ഒന്നും ഇല്ലാതെ കിടക്കാൻ കഴിയാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ നമ്മളെ ചൂടുള്ളത്. പക്ഷേ വയനാട്ടിൽ ഞങ്ങൾ പോയത്തോളം നല്ല തണുപ്പാണ്. ഇനിയിപ്പോൾ ഏത് ചൂടുള്ള സീസണായാലും അവിടെ തണുപ്പായിക്കാരം. അപ്പോൾ ഞങ്ങൾ ബസ്സൊക്കെ നിർത്തിയിട്ട് അവിടെ ഒരു ജീപ്പിനാണ് കേട്ടോ പോണത്. അപ്പോൾ ജീപ്പിന് പോയിട്ട് ഇപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട് റിസോർട്ടിൽ. ഇതാണ് റിസോർട്ടിൻ്റെ പേര്. വൈത്തിരി ഗോൾഡ് റിസോർട്ടാണ് ഇതിൻ്റെ പേരുള്ളത്. അപ്പോൾ ഞങ്ങൾ ഒരുപാട് ആളുകളുണ്ടല്ലോ. അപ്പോൾ ഈ ആളുകൾക്കൊക്കെ അനുസരിച്ചിട്ടുള്ള റൂമും കാര്യങ്ങളൊക്കെ സെറ്റായി കിട്ടുന്ന റിസോർട്ടാണല്ലോ നമുക്ക് ആവശ്യമുള്ളത്. ഇവിടെ 6 റൂംസാണുള്ളത് കേട്ടോ. 2 റൂം ചെറിയ കപ്പിൾസിനൊക്കെ പറ്റിയതും 4 റൂം നല്ല വലുപ്പമുള്ള റൂമാണ്. പിന്നെ അതിൻ്റെ താഴെ ബെഡും കാര്യങ്ങളൊക്കെ അതും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഫാമിലി ആയിട്ട് വരുന്ന ആളുകൾക്കൊക്കെ നിൽക്കാൻ പറ്റിയിട്ടുള്ള ഒരു റിസോർട്ടാണ്. ഞാൻ ഈ റിസോർട്ടിൻ്റെ റൂമുകൾ കാര്യങ്ങളൊന്നും വല്ലാതെ എടുത്തിട്ടില്ല. ഒരു റൂം മാത്രം, ഞങ്ങളവിടെ കിടന്ന റൂം മാത്രമേ ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങിയിട്ട് ലഗേജുകളൊക്കെ കയറ്റി ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ തന്നെ 1:30 ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് ബിരിയാണി നമ്മൾ ഉണ്ടാക്കി കൊണ്ടുപോയതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബിരിയാണി വിളമ്പി കൊടുക്കുകയാണ്. അങ്ങനെ എല്ലാവരും ഫുഡ് കഴിക്കലും കഴിഞ്ഞ് എല്ലാവരും സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങിയിട്ടോ. ഞങ്ങളൊന്നും ഇറങ്ങിയിട്ടില്ല. ഞങ്ങളൊക്കെ കുറച്ച് കഴിഞ്ഞാൽ ഇറങ്ങിയിട്ടുള്ളത്. കുറേ ആളുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, കുറച്ച് ആൾക്കാർ ഇറങ്ങിയിട്ടില്ല.
പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങളൊക്കെ ഇറങ്ങിട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിപ്പോൾ രാത്രിയായി. രാത്രിയാകുമ്പോൾ ഇവിടെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിന്. ഞങ്ങൾ പടക്കമൊക്കെ പൊട്ടിച്ച് പാട്ടുപാടി മ്യൂസിക് ചെയർ നടത്തി ഇങ്ങനത്തെ ഓരോ കലാപരിപാടികളൊക്കെ ഇവിടെ നടന്നിട്ടുണ്ടായിന്. അതുപോലെ തന്നെ ഞങ്ങൾ പിന്നെ ഇതിൻ്റെ തൊട്ട് മുകളിലായിട്ട് കുറച്ച് അപ്പുറത്തേക്കായിട്ട് വേറൊരു റിസോർട്ടും കൂടി ഉണ്ട്. അപ്പോൾ ഞങ്ങൾ വെറുതെ ഇങ്ങനെ ഇരിക്കില്ലേ, അപ്പോൾ അവിടെയൊക്കെ ഒന്ന് നടന്ന് കയറി. ഇതൊരു നല്ല കയറ്റുള്ളൊരു സ്ഥലത്താണ് കേട്ടോ റിസോർട്ട് നിൽക്കുന്നത്. ഇതാണ് മറ്റേ സൈഡിലുള്ള റൂമുകൾ. അപ്പോൾ രാത്രിയായപ്പോൾ സ്വിമ്മിംഗ് പൂളിൻ്റെ ഭാഗത്തേക്കൊന്ന് നോക്കിയതാണ് കേട്ടോ. അടിപൊളിയാണ് കാണാൻ, നല്ല രസമാണ്. ഓരോ റൂമിൽ നിന്നും നമുക്ക് വ്യൂ ഉണ്ട്. സ്വിമ്മിംഗ് പൂൾക്ക് നല്ലോണം കാണാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ മുകൾക്ക് പോയി എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഞങ്ങൾ നിൽക്കുന്ന റിസോർട്ടിൻ്റെ ഒരു വീഡിയോ എടുത്താണ് കേട്ടത്. അപ്പോൾ അവിടെ നിന്നപ്പോൾ പെട്ടെന്ന് ടൈം പോണ പോലെ. അങ്ങനെ ഞങ്ങൾ രാത്രിയത്തെ ഫുഡും രാത്രിയൊക്കെ പിന്നെ ഫുഡ് കഴിക്കാനുള്ള ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കി കൊണ്ടുവന്നിക്കുകയാണ്. അപ്പോൾ എല്ലാവരും റൈസ് കുക്കറിൽ ഫുഡ് വെച്ച് കൊണ്ടുവന്നിക്കുകയാണ്. പിന്നെ പച്ചക്കറികളും കറിയും ഒക്കെ കൊണ്ടുവന്നതാണ്. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് പടക്കം പൊട്ടിക്കലും മേശപ്പൂ കത്തിക്കലും എല്ലാം കൂടിയായി നല്ലൊരു രസമായിരുന്നു. പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ 2-3 റൈഡ്സൊക്കെ ഉണ്ടായിട്ടോ അവിടെ. അവിടെ ഇപ്പോൾ ഒരുപാട് വർഷമൊന്നും ആയിട്ടില്ല, കഴിഞ്ഞ വർഷം മുതലാണ് അത് സ്റ്റാർട്ട് ചെയ്തതെന്ന് പറഞ്ഞത്. അപ്പോൾ റൈഡ്സൊക്കെ ഫിറ്റ് ചെയ്ത് വരുന്നുള്ളൂ. അപ്പോൾ കുട്ടികൾക്ക് പറ്റിയ 2 റൈഡ്സും വലിയവർക്ക് പറ്റിയ ഊഞ്ഞാലും ഒക്കെ ഉണ്ടായിന്. അതുപോലെ തന്നെ നേരം വെളുത്തപ്പോൾ എല്ലാവരും പൂളിലിറങ്ങി. എനിക്കൊക്കെ ഭയങ്കര തണുപ്പിട്ട് ഇറങ്ങാൻ തന്നെ തോന്നണില്ല, നല്ല കോട മൂടിയിട്ടുണ്ട്. നമ്മളെ വീട്ടിലൊക്കെ ആണെങ്കിൽ നാട്ടിലൊക്കെ ആണെങ്കിൽ ഭയങ്കര ചൂടല്ലേ കാരണം, പക്ഷെ അവിടെ ഭയങ്കര തണുപ്പ്. ഈ ഒരു സമയത്തൊക്കെ നമുക്ക് ഇറങ്ങാൻ തോന്നണില്ല. അങ്ങനെ ഞങ്ങളൊന്നും ഇറങ്ങിയിട്ടില്ല. കുട്ടികളും ആണുങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഓരോരുത്തരിങ്ങനെ ഇറങ്ങൽ തുടങ്ങി. ആരും ഇറങ്ങണില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ എല്ലാവരും, പക്ഷെ ഞങ്ങളൊന്നും ഇറങ്ങിയില്ല കേട്ടോ. രാവിലെ തന്നെ ആയതുകൊണ്ട് ഭയങ്കര തണുപ്പ്. പിന്നെ നമുക്ക് ചായ കുടിക്കാനുള്ള ടൈമും ഏകദേശം ആവാനായിരുന്നു. അപ്പോൾ പിന്നെ ഇറങ്ങണ്ടെന്ന് വിചാരിച്ചിട്ട് ആരും ഇറങ്ങാഞ്ഞത്. അങ്ങനെ ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവർ. ഇപ്പോൾ ടൈം ഒരു 9 മണിയൊക്കെ ആയിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയപ്പോൾ. അപ്പം കടലക്കറിയും വെള്ളപ്പവും പിന്നെ നൂൽപുട്ടുമാണുള്ളത് കേട്ടോ. അപ്പോൾ ചായക്കുടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ റൂം വെക്കേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ എല്ലാവരും പോവാനുള്ള റെഡി ആവൽ തുടങ്ങി. ഓരോരുത്തർ ലഗേജൊക്കെ ഇറക്കൽ തുടങ്ങി. ഇവിടെ ഒരു കയറ്റമുണ്ട്, ഇതുപോലെ ജീപ്പിൽ കയറ്റിയിട്ടാണ് നമ്മളെ കൊണ്ടുവരുന്നതും അതുപോലെ കൊണ്ടുപോയി ആക്കി തരുന്നതും. നമ്മൾ ആ വണ്ടിൻ്റെ അടുത്തേക്ക് അവരാക്കി തരികയാണ്. ലഗേജൊക്കെ ആദ്യം കയറ്റി വിട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ ആദ്യം കയറി. ഓരോരുത്തരും ഇങ്ങനെ ട്രിപ്പ് അടിക്കുകയാണ്. ഒരു 50 ആളോളം ഉണ്ട് ഞങ്ങൾ. അപ്പം എല്ലാവരും കൂടി കൊണ്ടുപോകണ്ടേ. അങ്ങനെ അവിടെ നിന്നൊക്കെ കഴിഞ്ഞ് തിരിച്ച് പോരുന്ന വഴിയാണ്. അപ്പോൾ തേയിലത്തോട്ടം കണ്ടപ്പോൾ ഒരു വീഡിയോ എടുക്കണം തോന്നി. പണ്ടേ തേയിലത്തോട്ടം കാണുമ്പോൾ ഒരു ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഭയങ്കര ആഗ്രഹമാണല്ലോ. അപ്പോൾ അതിപ്പോഴും ഉണ്ട് കേട്ടോ മനസ്സിൽ. അപ്പോൾ അങ്ങനെ ഒന്ന് കണ്ടപ്പോൾ ഒരു വീഡിയോ എടുക്കണമെന്ന് തോന്നിയപ്പോൾ എടുത്തതാണ്. വയനാട് ചുരത്തിൻ്റെ പറഞ്ഞില്ലേ, ഫസ്റ്റ് തന്നെ ഞാൻ പറയുന്നുണ്ട്, വയനാട് ചുരത്തിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ നല്ല രസമാണെന്ന്. അതുപോലെ തന്നെ നോളജ് സിറ്റി നല്ലപോലെ കാണാനും പറ്റുമല്ലോ അവിടെ നിന്നാൽ. അങ്ങനെ ഞങ്ങൾ പോരുമ്പോൾ ഉച്ചക്ക് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ കയറിയതാട്ടോ. നെഹദി മന്തിയിലാണ് കയറിയിട്ടുള്ളത്. അപ്പോൾ അവിടുന്ന് കുറച്ച് നേരമൊക്കെ വെയിറ്റ് ചെയ്ത്, ഞങ്ങൾ ഒരുപാട് ആളുകളുള്ളതുകൊണ്ട് തന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടിയിരുന്നു. വെയിറ്റ് ചെയ്ത് പിന്നെ ഞങ്ങൾക്ക് നല്ല അടിപൊളി മന്തി തന്നെ കേട്ടോ തന്നിട്ടുള്ളത് പോലെ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ. ഞാൻ ഒരുപാട് വീഡിയോസ് ഒന്നും ഇതിൽ അങ്ങനെ ഉൾപ്പെടുത്തിയിട്ടില്ല. കുറച്ച് ഭാഗങ്ങൾ അവിടെ ഇവിടെ ഒക്കെ ആയിട്ടെടുത്ത് ടൈം കിട്ടുന്നതിനനുസരിച്ചിട്ട്. ഹോട്ടലിലൊക്കെ കയറുമ്പോൾ കുറച്ച് നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കണമല്ലോ. ആൾ കൂടുന്നതിനനുസരിച്ച് പ്രത്യേകിച്ച് പിന്നെ പറയും വേണ്ടല്ലോ. അപ്പം അങ്ങനെ കുറച്ച് നേരമൊക്കെ വെയിറ്റ് ചെയ്തു. നന്നായിട്ട് ഇങ്ങനെ ഒരു കൊണ്ടുവന്ന് വെക്കൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മന്തിയാണ് നമ്മൾ ഓർഡർ കൊടുത്തിട്ടുള്ളത്. മന്തിയാണ് ഇപ്പോൾ ഒരുപാട് ആളുകൾ ഉണ്ടാകുമ്പോൾ തിന്നാലേ നടക്കുള്ളൂ. അപ്പോൾ അത് വിചാരിച്ചിട്ട് മന്തിയാണ് ഓർഡർ കൊടുത്തിട്ടുണ്ടായത്. അടിപൊളി മന്തിയായിരുന്നു കേട്ടോ അവിടുത്തെ.